പൊതു നന്മയ്ക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ച് മുന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തന മേഖല, ഒരു ശൃംഖലയാണ് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുള്ളത്. 4-5 മാസമായിട്ടുള്ള ഞങ്ങൾ ഇതിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഞാൻ വർഷങ്ങളായിട്ട് പ്രിന്റ് മീഡിയ രംഗത്ത് വിവിധ പത്രങ്ങളുടെ റിപ്പോർട്ടറായിട്ട് പ്രവർത്തിക്കുന്നു. ഇവരൊക്കെ യൂട്യൂബേഴ്സ്, ഓൺലൈൻ ചാനലുകാരാണ്. അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ പൊതുസമൂഹത്തിൽ നടക്കുന്ന ജനകീയ വിഷയങ്ങൾ വാർത്തയാക്കലാണ് ഞങ്ങളുടെ മുഖ്യ തൊഴിലെന്ന് പറയാൻ പറ്റില്ല, ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള സഹോദരിമാർ പലതരത്തിൽ ഈ സമൂഹത്തിലും ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലൊക്കെയുള്ള സഹോദരന്മാരാണ്. അപ്പോൾ അവരുടെ ഒരു വികാരം ഞാൻ മാനിക്കുന്നു, ഞങ്ങൾ മാനിക്കുന്നു. അതായത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു ദിവസം കൂലിപ്പണിക്ക് പോയ 1500, 1250, 2000 രൂപ വരെ മേടിക്കുന്നവരോട് നിങ്ങൾക്ക് ഒരു ദിവസം പെർ ഡേ 1000 രൂപ കിട്ടിയാൽ പോലും 30,000 രൂപ കിട്ടണ്ടേ? നിങ്ങൾ പലരും, ഞാനിപ്പോൾ ഇന്നലെ ഇതിൽ 1-2 തവണ പോയെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്തില്ല. ഞങ്ങളുടെ അംഗങ്ങൾ വന്ന് വീഡിയോ എടുത്ത് വാർത്തയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ 8 ലക്ഷം രൂപ വരെ മുടക്കിയാണ് ഈ പഠനം നടത്തിയിട്ടുള്ളത്, ശരിയല്ലേ? എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. അപ്പോൾ ആ 8 ലക്ഷം ഒപ്പിക്കാൻ ചില കുടുംബങ്ങൾക്ക് സാധിച്ചിട്ടില്ല. വായ്പ എടുത്തിട്ടുണ്ട്, തിരിച്ചടവുണ്ട്, പല പ്രതിസന്ധികളും വിഷമവൃത്തത്തിലാണ് കഴിയുന്നത്. ഞാനും അങ്ങനെ വളർന്നു വന്ന് ഒരു മാധ്യമപ്രവർത്തകനായതാണ്. ഇപ്പോഴും ഞാൻ എൻ്റേതായ ഒരു വരുമാന മേഖലയിലേക്ക് എത്തിയിട്ടില്ല. ഒരു സാമൂഹിക പ്രതിബദ്ധത എൻ്റെ തൊഴിൽ കാണിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കണ്ണിയായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രതിബദ്ധത ഞങ്ങൾ എല്ലാ കാര്യത്തിലും കാണിക്കുന്നു. ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ അംഗങ്ങളും ആ ഒരു പ്രതിബദ്ധത പുലർത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ ഉച്ചയോടുകൂടി ഞങ്ങൾ ഇതിന് മെനക്കെട്ട് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു 2000 രൂപ കിട്ടിയാൽ പോലും ഞങ്ങൾക്ക് മുതലാവില്ല. ഞങ്ങൾ ഒരു പ്രതിഫലം പറ്റാതെയാണ് നിങ്ങൾക്ക് ഈ സപ്പോർട്ട് തരാൻ വന്നിട്ടുള്ളത്. ഞങ്ങളത് എടുത്തു പറയുന്നത് നിങ്ങളുടെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആതുരാലയങ്ങൾ ചെറുപ്പം മുതലുള്ള പരിചയമുണ്ട്. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത ആളുകളെ വരെ എനിക്ക് പരിചയമുണ്ട്, ബന്ധങ്ങളുണ്ട്. എങ്കിലും അവർ നിങ്ങളോട് കാണിക്കുന്ന അനീതി അത് ജനമനസ്സുകളിൽ എത്തിക്കാതെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ വിഷമത ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഈ പൊരിവേലത്ത് ഇങ്ങനെ 2-3 ദിവസമൊക്കെ നിങ്ങൾ വെയിൽ കൊടുക്കും. ഇത് എത്ര ദിവസം, ചിലപ്പോൾ ഒരു മാസങ്ങൾ നീണ്ടുപോയേക്കാം. ഇവരുടെയൊക്കെ അനാസ്ഥ വെച്ച് കാണുന്നു. ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത രോഗങ്ങൾ പറയാൻ പാടില്ല ഈ സാമൂഹ്യത്തിന് മുന്നിൽ. ഇല്ലാത്ത രോഗങ്ങളാക്കി മാറ്റി ചികിത്സിച്ച് എന്തിനും മക്കളുടെ പല ആശുപത്രികളിലും അവരുടെ വരുമാനം മനസ്സിലാക്കി അത് മുഴുവൻ പിടിഞ്ഞെടുത്ത് പെട്ടിയിലാക്കി വിടുന്ന അവസ്ഥകളാണ് ഈ ആതുര ശുശ്രൂഷ മേഖലയിൽ നടക്കുന്നത്. ഞാൻ പറയാതെ പറയാണ്, അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഭാഗമാണ്. പക്ഷെ നിങ്ങൾ പണിയെടുക്കുന്നത് കൂലി കിട്ടുന്നില്ല. എങ്കിലും നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തുടരാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഇട്ടും പോകും, ശരിയല്ലേ? വേറെ പണി നോക്കി പോകില്ലേ? നിങ്ങളുടെ വിദ്യാഭ്യാസം അനുസരിച്ച് നിങ്ങൾക്ക് വേറെ എന്തെല്ലാം വരുമാന മാർഗ്ഗങ്ങൾ തൊഴിലിൽ ചെന്നുപെടാം. പക്ഷേ ഈ മേഖലയിൽ നിങ്ങൾക്കുള്ള താല്പര്യമാണ് നിങ്ങൾ നിലനിർത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും അത് ജനമനസ്സുകളിൽ എത്തിക്കാനും ഞങ്ങൾ സന്നദ്ധരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തുറന്ന് പറയാം. പ്രിയപ്പെട്ട നേഴ്സുമാരെ എന്ന് പറഞ്ഞത്, അങ്കമാലി ന്യൂസ് ക്ലബിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞങ്ങളൊരു സംഘടനയാണ്. 10-17 പേര് ബേസിക് മെമ്പർഷിപ്പ് ഉള്ളവരാണ്. എറണാകുളം ജില്ലയിലൊക്കെ തന്നെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നേഴ്സുമാരുമായിട്ട് ഒത്തിരി പ്രവർത്തന മേഖലയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ചെയ്യുന്ന അതിനേക്കാൾ കൂടുതൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പോയാലും നേഴ്സുമാരവിടെ ഉണ്ടാവും. നിങ്ങളെല്ലാ ഡോക്ടറെയും കാണുന്നു, എല്ലാ ട്രീറ്റ്മെൻറ്റും നിങ്ങൾക്കറിയാം. ഔദ്യോഗികത ഇല്ലാത്തതുകൊണ്ട് മാത്രം നിങ്ങൾ ഡോക്ടറായിട്ടില്ല. എങ്കിലും ഡോക്ടറിനേക്കാൾ ഡ്യൂട്ടി ചെയ്യുന്ന നേഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് ന്യായമായ അവകാശം, ന്യായമായ വേതനം വേണം എന്ന നിലപാടിലാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ട്. കാരണം ഈ നാട്ടിലെ എല്ലാവരും നേഴ്സുമാരുടെ ഫാമിലി തന്നെയാണ്. എല്ലാ വീട്ടിലും തന്നെ ഒന്നല്ലെങ്കിൽ ഒരു നേഴ്സ്, അല്ലെങ്കിൽ അയൽവക്കം, അല്ലെങ്കിൽ ചേട്ടനടിയന്മാർ